മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിലെത്തി. തന്നെ വിജയിപ്പിച്ച വോട്ടർമാരെ കണ്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ വരവ് രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി മലപ്പുറത്ത് റോഡ് ഷോ നടത്തുന്നു. റോഡ് ഷോയിൽ കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്. റോഡ് ഷോയ്ക്കിടയിൽ മഴ വരുന്നു. റോഡ് ഷോ നടത്തുമ്പോഴുണ്ടായിരുന്ന അതേ ആവേശത്തിൽ നിന്നും ഒരു പിടി പിന്നിൽ പോവാതെ പ്രവർത്തകർ ആ മഴയത്തും രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോകുന്നു. ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വൈറലായി ഷെയർ ചെയ്യപ്പെട്ടു. അനായിരം ലൈക്കുകൾ കടന്നു വന്നു. ആ ലൈക്കുകൾക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങളും കടന്നു വന്നു. എന്താണ് രാഹുലിന് കേരളം? രാഹുലിനോട് എന്തുകൊണ്ടാണ് കേരളീയർക്ക് ഇത്രത്തോളം സ്നേഹം? മഴയത്ത് പോലും ആവേശം അവസാനിക്കാത്ത ഒരു സ്നേഹം. രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങി കേരളത്തിൽ വന്നപ്പോൾ ഈ ജനകീയ സ്വീകരണത്തിന് പിന്നിലുള്ള രഹസ്യമെന്ത്? ഉത്തരേന്ത്യൻ ജനങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് രാഹുൽ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. മോദി സർക്കാരിൻ്റെ ക്രമക്കേടുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ കെൽപ്പുള്ള, അല്ലെങ്കിൽ കൃത്യമായി മറുപടി നൽകാൻ തൻ്റെ ഇടമുള്ള ഒരാളെ ഇന്ന് രാജ്യത്തുള്ളൂ. അത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയിൽ ഇന്നും കേരളീയർക്ക് വ്യക്തമായ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ ജനസാഗരമായിരുന്നു മലപ്പുറത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. ആ ജനസാഗരമായിരുന്നു മഴയത്ത് പോലും ഒരുറ്റ് ആവേശം കുറയാതെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആ മഴയത്ത് അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം കടന്നുപോയത്. വലിയ ചർച്ച ചെയ്തു. ദേശീയ മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തു. മഴയത്തും പ്രവർത്തകർ ആവേശം അടങ്ങാതെ നിൽക്കുന്നു. കോൺഗ്രസ് രാജ്യത്തുടനീളം വലിയ പരാജയത്തിലാണ് നിലവിലുള്ളത്. ആ പരാജയത്തിലും എവിടെ നിന്ന് കിട്ടുന്നു ഈ പിന്തുണ എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ ആ പിന്തുണയ്ക്ക് കേരളം നൽകുന്ന ഒരു മറുപടിയാണ്. മോദി സർക്കാർ പൊതുജനങ്ങളെ വഞ്ചിച്ചപ്പോൾ അതിന് മറുപടി നൽകാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആളായിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷേ EVMകളിലെ ക്രമക്കേടുകൾ, പണത്തിൻ്റെ സ്വാധീനം, അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്കായില്ല എന്ന് വിചാരിച്ച് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ കേരളീയർ തയ്യാറല്ല. പ്രിയങ്ക ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ കേരളീയർ തയ്യാറല്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ കേരളീയർ തയ്യാറല്ല. കാരണം പരിശ്രമത്തിന്റെ ഏറ്റവും അവസാന പാതയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അവർ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മര്യാദകളെ സംരക്ഷിച്ചുകൊണ്ട്, സ്രോതസ്സുകളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ മറ്റുള്ളവർ അതിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അവർക്ക് വിജയം നേരിട്ടു. പക്ഷേ ജനാധിപത്യത്തെ വെല്ലുവിളിച്ച വിജയമാണെങ്കിൽ ഇത് ജനാധിപത്യ സ്രോതസ്സുകളെ മാനിച്ചുകൊണ്ടുള്ള പരാജയമാണെന്നുള്ള അഭിമാനമുണ്ട് കേരളീയർക്ക്. ആ അഭിമാനത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് രാഹുലിന്റെ ജനകീയതയ്ക്ക് ഒരു കുറവും കേരളത്തിൽ സംഭവിക്കാത്തതിന്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഉത്തരേന്ത്യക്കാരുടെ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി തന്നെയാണ് ഇത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.